أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى. صدق الله مولانا العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا. ഏറ്റവും ആദരണീയരായ ഈ മജ്ലിസിന്റെ നേതൃത്വം സയ്യിദ് അവറുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. മറ്റു സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സ്നേഹനിധികളായ ഉമ്മപങ്ങന്മാർ, ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന മുത്തു മുഅ്മിനുകളെ, അല്ലാഹു ഈ നല്ല മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നമുക്കെല്ലാം കുടുംബസമേതം സ്നേഹജനങ്ങളൊത്ത് ജന്നാത്തു നഈമിലിരിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ മുമ്പ് നല്ലൊരു നസീഹത്ത് ഇവിടെ നടന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതും കേട്ടതും നമുക്കും അവർക്കും ഇരുലോകത്തും ഉപകാരപ്രദമാകുമാറാവട്ടെ. രണ്ടാമത്, മദീന മുനവ്വറയിൽ നിന്ന് അബൂ ഖാലിദ് തവ്വലല്ലാഹു ഉംറഹു ഫീ ത്വാഅത്തില്ലാഹ്, ബഹുമാനപ്പെട്ടവർ, മദീന മുനവ്വറയിൽ മസ്ജിദുൽ ഖിബ്ലത്തൈനിയുടെ ചാരത്ത് താമസിക്കുന്ന ഒരു അറബി സഹോദരനാണ്. അദ്ദേഹം ചില സുഹൃത്തുക്കളിൽ നിന്നും ഈ മജ്ലിസിനെ സംബന്ധിച്ച് കേട്ടപ്പോൾ ഇത് നേരിലൊന്ന് കണ്ട് ആസ്വദിക്കുന്നതിനു വേണ്ടിയും ഇവിടുത്തെ ദുആയിൽ സംബന്ധിക്കുന്നതിനു വേണ്ടിയും സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നും മദീന മുനവ്വറയിൽ നിന്നുമായി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ സന്തോഷമുള്ള കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു എന്നാണ് അദ്ദേഹം നമുക്ക് നൽകിയ ആശംസ. മദീന മുനവ്വറയിൽ നിന്നുള്ള ഒരു അറബി സഹോദരനെ നമ്മുടെ മജ്ലിസിൽ കാണുമ്പോൾ അത് നമുക്കും വല്ലാത്തൊരു കൗതുകമാണ്. മുത്തുനബിയുടെ നാട്ടിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് ഇത്ര സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ അവരുടെ രാജ്യത്ത് പോയി ആ സന്തോഷം അവരെ കൂട്ടുകാരോട് പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അല്ലാഹു തആല ഇതെല്ലാം ഖൈറിന്റെ അഹ്ലുകാരിലായി നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്ന് ജുമുഅ നിസ്കാരം കഴിഞ്ഞത് മുതൽ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെയും അതേപോലെ മംഗലാപുരത്തു നിന്ന് ഇങ്ങോട്ടുമുള്ള എല്ലാ റോഡുകളിലും സ്വലാത്ത് മജ്ലിസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാഹനങ്ങളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മലമുകളിൽ വേറൊരു കാഴ്ച കാണാനില്ല. വേറെ എന്തെങ്കിലും ദുനിയാവിൻ്റെ ഒരു ചരക്ക് ഇവിടെ നിന്ന് സമ്പാദിക്കാനും വാങ്ങാനുമില്ല. ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റോ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് കേന്ദ്രങ്ങളോ ഇവിടെയില്ല. ബഹുമാനപ്പെട്ട ബായാർ സയ്യിദ് അവറുകളുടെ പേരിൽ നടക്കുന്ന ഈ സ്വലാത്ത് മജ്ലിസിൽ സംബന്ധിച്ച് ഈമാനിനെ യഖീനിലേക്ക് ഉയർത്തുക, നമ്മുടെ മഹബ്ബത്തിനെ ഇഷ്കിലേക്ക് അഭിവൃദ്ധിപ്പെടുത്തുക, നമ്മുടെ ശാരീരിക മാനസിക ചിന്തകൾക്കും രോഗങ്ങൾക്കുമെല്ലാം ശമനം ലഭിച്ചുകൊണ്ട് ഒരു ആത്മനിർവൃതിയോടുകൂടെ ഈ സ്വലാത്തിന്റെ ദുആഇന്റെ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അടുത്ത സ്വലാത്ത് ദിവസം
അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നാം ഒക്കെ പിരിഞ്ഞു പോകുന്നത്. അങ്ങനെ ഓരോ മാസവും ഈ നിധി സമ്പാദിക്കുന്ന സഭ ഇവിടെ നിലനിൽക്കുകയാണ്. അല്ലാഹു തആല ഇതിനെ ഉത്തരോത്തരം ഇസ്സത്തിലേക്ക് ഉയർത്തുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം മദീന മുനവ്വറയിലും മക്കത്തുൽ മുക്കറമയിലും ജീവിച്ചിരുന്നപ്പോൾ അവിടത്തെ വിശ്വാസികളായ മുഴുവൻ സഹോദരങ്ങളും അവരുടെ ദൈനംദിന ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങൾക്കും മുത്തുനബിയാണ് അവർ അത്താണിയായി കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അവരെല്ലാറ്റിനുമുള്ള പരിഹാരമായി കണ്ടത്. അവരുടെ ചെറിയ കച്ചവടത്തിന്റെ വിഷയം, അവരുടെ മക്കളുമായി ബന്ധപ്പെട്ട കല്യാണം, പഠനത്തിന്റെ വിഷയം, അവരുടെ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ട വലിയ വലിയ സംഭവങ്ങൾ, അവരെ മനസ്സിനെ നീറുന്ന ചെറുതും വലുതുമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, അവർ കടബാധ്യതയിൽ കുടുങ്ങി പ്രയാസപ്പെട്ട അവസരങ്ങൾ, കച്ചവടങ്ങൾ നഷ്ടത്തിൽ വന്ന സംഭവങ്ങൾ, കൃഷി പറ്റ ഉണങ്ങിപ്പോയ സംഭവങ്ങൾ, അങ്ങനെയുള്ള ഏത് വിഷയങ്ങൾക്കും അവര് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അവരവലംബിച്ചത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവരിലൂടെ പഠിച്ചിരിക്കുന്ന പരിശുദ്ധ ദീൻ, മഖ്ദൂം കുടുംബത്തിലെ മഹാന്മാർ, കേരളത്തിന്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനിയിലെ പള്ളിയിലിരുന്നു കൊണ്ട് ആ പരിശുദ്ധ തിരുസുന്നത്തുകൾ ക്രോഡീകരിച്ച ഒട്ടേറെ ചരിത്രങ്ങൾ ക്രോഡീകരിച്ച് അതിൽ നിന്ന് മൗലിദുകൾ ചുരുക്കി ഉണ്ടാക്കി അവതരിപ്പിച്ചപ്പോൾ ആ മൗലിദിന്റെ വരികളിൽ നമുക്ക് കാണാൻ പറ്റും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി വമരിളൻ അൻത സായിറുഹു ഖദ് അതാഹു അല്ലാഹു ബിൽ ഫറജി സ്വല്ലി റബ്ബൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ 53 വർഷം മക്കത്തുൽ മുക്കറമയിൽ കഴിഞ്ഞു. അതിലെ 13 വർഷക്കാലം മുത്തുനബിയുടെ പ്രവാചകത്വത്തിന്റെ ഔദ്യോഗിക കാലഘട്ടമാണ്. ആ 13 വർഷത്തെ ജീവിതത്തിന് ശേഷം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. 6 സൗർ പർവ്വതത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചപ്പോൾ താരിഖ് ഇബ്നു ഹിശാമും താരിഖ് ഇബ്നു ഇസ്ഹാഖും ഒക്കെ അടക്കമുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളെ 22 കാരറ്റ് തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആധികാരിക രേഖകളെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില അത്ഭുത സംഭവങ്ങളുണ്ട്. ആ അത്ഭുത സംഭവങ്ങളിൽ നമുക്ക് കാണാം, മദീന എന്ന രാജ്യത്തിന് അൽ മുനവ്വറ എന്നൊരു സ്ഥാനപ്പേര് വരികയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയ്ക്ക് എപ്പോഴാണ് അൽ മുനവ്വറ എന്ന സ്ഥാനപ്പേര് വരുന്നത്? ആ സ്ഥാനപ്പേര് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീന അതിർത്തിയിലേക്ക് ഇങ്ങനെ വരുംതോറും മദീനയിൽ അതിന്റെ അടയാളങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിലേക്ക് ഇങ്ങനെ നബി തങ്ങൾ അടുക്കും തോറും മദീന ഭൂപ്രദേശത്തിന് ഒരു മാറ്റം, മദീനയിലെ ചെടികൾക്കും സസ്യലതാദികൾക്കും ആ മാറ്റം, മദീനയിലെ വായുവിന് ആ മാറ്റം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന അതിർത്തിയായ ഖുബായിലേക്ക് എത്തി. ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശനമേ മദീനയുടെ അതിർത്തിയിൽ നബി തങ്ങൾ വന്നപ്പോഴേക്കും അൽ മുനവ്വറ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ രാജ്യത്ത് ഇപ്പൊ നമ്മളൊരു വലിയ സമ്മേളനം, അതല്ലെങ്കിൽ ഒരു വീടിന്റെ ഉദ്ഘാടനം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒട്ടേറെ ലൈറ്റുകളെ കൊണ്ട് അത് അലങ്കരിക്കും.
വിവിധ കളറുകളിലുള്ള ലൈറ്റുകൾ ഇങ്ങനെ മിന്നിത്തിളങ്ങി നമ്മൾ രാജ്യത്തെ അലങ്കരിക്കും, വീട് അലങ്കരിക്കും, പള്ളി അലങ്കരിക്കും. ഉറൂസുകളൊക്കെ നടക്കുമ്പോൾ ധാരാളമായി ആ മക്കാമും പരിസരവും ഒക്കെ അലങ്കരിക്കും. ഇത് നമ്മൾ കൃത്രിമ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുകയാണ്. കൃത്രിമ ലൈറ്റുകളെ കൊണ്ട് നമ്മളിത് അലങ്കരിക്കുകയാണ്. എന്നാൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഖുബായിലേക്ക് എത്തിയതോടുകൂടെ ആ രാജ്യം അലങ്കൃതമായി. അതാണ് മുനവ്വറ. ആ രാജ്യം മുഴുവനും പ്രകാശപൂരിതമായി. എങ്ങനെയാണ് അവിടെ പ്രകാശമാകുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനം ആ മദീനയിലേക്ക് അങ്ങോട്ട് വന്നപ്പോൾ അവിടുത്തെ മലകൾ പ്രകാശിച്ചു, അവിടുത്തെ കുന്നുകൾ പ്രകാശിച്ചു, ഉണങ്ങി നിൽക്കുന്ന മരങ്ങളൊക്കെ പച്ച പിടിച്ചു, കായ്ക്കനികളില്ലാത്ത വൃക്ഷങ്ങളൊക്കെ പൂക്കളും കായ്ക്കനികളും നിറഞ്ഞു. യാ അല്ലാഹ്, മദീനയിലെ പക്ഷി പറവകളെല്ലാം കളകളാരവം മുഴക്കിക്കൊണ്ട് അവർ ആഹ്ലാദത്തോടെ പാറിപ്പറക്കാൻ തുടങ്ങി. മദീനയിലെ മണൽത്തരികളൊക്കെ മുത്തുനബിയുടെ പാദസ്പർശനം കൊണ്ട് പ്രകമ്പനം കൊണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നോക്കുമ്പോൾ മദീനയാകെ മിന്നിത്തിളങ്ങുകയാണ്. അല്ലാഹു റബ്ബി അൽ മദീനത്തുൽ മുനവ്വറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോട് കൂടെ മദീന മുനവ്വറ പ്രകാശപൂരിതമാവുകയാണ്. ഹബീബ് റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖുബാ സ്ഥലത്തെത്തിയ നബി തങ്ങളെ വിശ്രമിക്കാൻ ആരംഭിച്ചപ്പോഴേക്കും മുസ്അബ് റളിയല്ലാഹു അൻഹു ഓടി ഒരു ഭാഗത്ത്, ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു കൂടെ, അവർ രണ്ടുപേരും പോയി പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം സൗകര്യപ്പെടുത്തുകയാണ്. ഈത്തപ്പനയുടെ തടി കൊണ്ട് ഇങ്ങനെ തറ കെട്ടുന്നത് പോലെ അതിരിട്ടിട്ട് അതിൽ മണലുകൾ നിറച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് നിസ്കരിക്കുന്നതിന് വേണ്ടി ഒരു സൗകര്യം ഒരുക്കി. അതാണ് ആദ്യത്തെ പള്ളി എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ മസ്ജിദ് ഖുബാ. ആ ഖുബാ എന്ന അതിർത്തിയിൽ നിന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ച് 3 ദിവസത്തെ താമസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന വിവരം മദീനയാകെ നിറഞ്ഞു കവിഞ്ഞു. എല്ലാ വീട്ടുകാരും അവരുടെ വീട് വൃത്തിയാക്കി, റോഡുകൾ വൃത്തിയാക്കി, ഇടവഴികൾ വൃത്തിയാക്കി മദീന അലങ്കരിച്ചു നിൽക്കുകയാണ്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബായിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴേക്കും വഴിയോരങ്ങൾ നിറഞ്ഞ ജനം. ചെറിയ കുട്ടികളൊക്കെ മരത്തിന് മുകളിൽ കയറി നിൽക്കുന്നു, വീടുകൾക്ക് മുകളിൽ കയറി നിൽക്കുന്നു, സ്ത്രീകളൊക്കെ വീട്ടിന്റെ മുറ്റത്ത് തടിച്ചുകൂടി നിൽക്കുന്നു. രാജ്യമാ സകലം എല്ലാവരും നിറഞ്ഞു നിൽക്കുകയാണ് മുത്തുനബിയെ സ്വീകരിക്കാൻ. നബി തങ്ങളുടെ വാഹനത്തിന് ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. മുത്തുനബിയുടെ വാഹനത്തിന് ഒരടി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദഊഹാ ഫഇന്നഹാ മഅ്മൂറ, ദഊഹാ ഫഇന്നഹാ മഅ്മൂറ. എന്റെ വാഹനത്തിന് പോകാൻ നിങ്ങൾ വഴി കൊടുക്കണം. നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും എന്താണ് വേണ്ടത്? മുത്തുനബി ഞങ്ങളെ വീട്ടിൽ വരണം, ഞങ്ങളെ വീട്ടിൽ വരണം, ഞങ്ങളെ വീട്ടിൽ വരണം. നബി തങ്ങൾക്ക് താമസിക്കാൻ എന്റെ വീട്, എന്റെ വീട്, എന്റെ വീട്. ഹൃദയം മത്സരിക്കുകയാണ്. ആ ഹൃദയത്തിന്റെ മത്സരം അവർ പുറത്ത് കാണിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദഊഹാ ഫഇന്നഹാ മഅ്മൂറ. നിങ്ങൾ എല്ലാവരും ഒന്ന് മാറി നിന്ന് കൊടുക്ക്, എന്റെ വാഹനം പോകട്ടെ. എന്റെ വാഹനത്തിന് അള്ളാഹുവിന്റെ ഓർഡറുണ്ട്, ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ മുത്തു മുഅ്മിനുകളെ, മുത്തുനബിയുടെ വാഹനമായ ഒട്ടകം അല്ലെങ്കിൽ വാഹനമായി ഉപയോഗിക്കുന്ന എല്ലാ മൃഗങ്ങളും, നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതൊക്കെ മൃഗങ്ങളാണെങ്കിലും ആ മൃഗങ്ങളെ കൂട്ടത്തിൽ ഒരൊറ്റ ഒന്നും നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്ന ബിദ്അത്തുകാര് ഒട്ടകത്തിന്റെ കൂട്ടത്തിലില്ല, കുതിരയുടെ കൂട്ടത്തിലില്ല, ആടുകളെ കൂട്ടത്തിലില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരൊറ്റ ജീവികളിലും ആരില്ല? ബിദ്അത്തുകാരില്ല. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെയോ അതല്ലെങ്കിൽ ഒരു മൗദൂദിയുടെയോ അതല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു പിഴച്ച ചിന്താഗതിക്കാരുടെയോ അമ്പിയാക്കളെ കൂട്ടത്തിൽ ഒരൊറ്റ മൗദൂദി ഇല്ലല്ലോ. ഉണ്ടോ? അമ്പിയാക്കളെ കൂട്ടത്തിൽ ഒരൊറ്റ മുജാഹിദില്ലല്ലോ. അമ്പിയാക്കളെ കൂട്ടത്തിൽ ഒരൊറ്റ ഖാദിയാനി ഇല്ലല്ലോ.
ഔലിയാക്കളെ കൂട്ടത്തിലുമില്ല. അതേ പ്രകാരം നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ മിണ്ടാപ്രാണികളായി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒട്ടേറെ ജീവജാലങ്ങൾ, അവരുടെ കൂട്ടത്തിൽ ഒന്നും ഒരൊറ്റ മുബത്തദീങ്ങളും ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ദഊഹാ ഫഇന്നഹാ മഅ്മൂറ. അവരൊക്കെ മാറിക്കൊടുത്തു. ആ ഒട്ടകം ഇങ്ങനെ യാത്ര ചെയ്ത് അപ്പോഴേക്കും അതാ നാനാ ഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചുകൊണ്ടുള്ള ഗാനം ആരംഭിക്കുകയാണ് കുട്ടികൾ. തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ യാ നബി. ഒരു പക്ഷേ മനുഷ്യൻ ചൊല്ലുന്നത് കവിത, പദ്യം, അതല്ലെങ്കിൽ ഗദ്യം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകലെ മദീനയിലാണ്. ആ മദീനയിലേക്ക് അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും 5 വഖത്ത് നിസ്കാരത്തിലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അതിങ്ങനെ പറയുമ്പോൾ, അത് നിസ്കാരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ എന്റെ ഹബീബിന്, ഞാൻ എന്റെ ആഷിഖ്, ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാജനമായ എന്റെ കരളിന്റെ കരളായ മുത്തു നബിക്കാണ് ഞാൻ സലാം പറയുന്നത് എന്ന ആ ഒരു ഇഷ്ക് നമ്മുടെ മനസ്സിൽ വരണം, ആ ഒരു മഹബത്ത് നമ്മുടെ മനസ്സിൽ വരണം. അപ്പോ ഹബീബ് റസൂലുള്ളാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു നഹ്നു നഖൂലു ഫീ കുല്ലി സ്വലാഹ്. ആ അസ്സലാമു അലൈക എന്നത് നമ്മൾ പദ്യത്തിൽ പറയുകയാണ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. ഇത് പാടില്ലേ? ആദ്യം തീരുമാനിക്കേണ്ടത് അത് പാടുണ്ടോ ഇല്ലേ എന്ന്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നത് ദീനിൽ അനുവദനീയമാണോ? അതിന്റെ അർത്ഥം എന്താണോ, അതിന്റെ ആശയം എന്താണോ, അതിന്റെ ഉദ്ദേശം എന്താണോ, ആ അർത്ഥവും ആശയവും ഉദ്ദേശവും അതേപോലെ പകർത്തിയിട്ട് നമ്മൾ പറയുന്നു യാ നബി സലാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എനിക്ക് സലാം ചൊല്ലുകയാണോ, ഞാനത് കാണും, ഞാനതിന് മറുപടി പറയും, ഞാനതിൽ സന്തോഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്ത് എല്ലാ സ്ഥലത്തും 5 വഖത്ത് നിസ്കാരം ഓരോ സമയത്തും നടക്കുകയാണ്. നിസ്കാരം നടക്കാത്ത ഒരു സെക്കൻഡ് ഭൂമിയിലില്ല. ഭൂമിയിൽ നിസ്കാരം നടക്കാത്ത ഒരു സെക്കൻഡ് ഇല്ല. രാജ്യത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ, ആ കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെല്ലാം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മുത്തുനബിക്ക് നിസ്കാരത്തിൽ പറയുമ്പോൾ എങ്ങനെയാണോ മടക്കുന്നത്, എങ്ങനെയാണോ കേൾക്കുന്നത്, ആ കേൾവി അതേപോലെ യാ നബി സലാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ചെല്ലാമോ ചൊല്ലിക്കൂടെ എന്നൊന്നും ആലോചിച്ച് നിൽക്കേണ്ട കാര്യം ഒരു മുഅ്മിനിനില്ല, ഒരു മുഹിബ്ബിനില്ല, ഒരു ആശിക്കിന് തീരെയും ഇല്ല. ഹബീബ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബായിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഖുബായിൽ നിന്ന് പുറപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വാഹനം അങ്ങനെ നീങ്ങി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ആളുകൾ വീണ്ടും തിക്കായി, തിരക്കായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനത്തിന് വഴി കൊടുക്കാൻ പറഞ്ഞു. കുറച്ചങ്ങോട്ടെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനം ഒരു സ്ഥലത്ത് ഒന്ന് മുട്ടുകുത്തി. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ ഭാഗത്തേക്ക് നീങ്ങി. ആ വീടിന്റെ ഭാഗത്തേക്ക് എന്ന് മുട്ടുകുത്തിയപ്പോൾ നബി തങ്ങൾ ഇറങ്ങിയില്ല. ഒട്ടകം എഴുന്നേറ്റു. വീണ്ടും ആ ഒട്ടകം അവിടെ മുട്ടുകുത്തി. നബി തങ്ങൾ ഇറങ്ങിയില്ല. വീണ്ടും ഒട്ടകം 3ാമത്തെ തവണയും. എന്തിന്? ഓരോ ആളുകളും പറഞ്ഞിട്ടുണ്ട് നബിയെ ഞങ്ങളെ വീട്, ഞങ്ങളെ വീട് എന്ന്. അപ്പൊ ആർക്കും ഒരു വിഷമം വരണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ചെയ്യുന്നു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് ആ ഒട്ടകം അവിടെ മുട്ടുകുത്തിയപ്പോൾ ആളുകൾ തടിച്ചുകൂടി. യാ റബ്ബ്, യാ റബ്ബ്, സുബ്ഹാന ജല്ല ജലാലു. അന്ന് ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതൻ മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ ജൂത കുടുംബത്തിൽപ്പെട്ട ആ വലിയ പണ്ഡിതൻ മദീനയിൽ ജീവിച്ചിരിപ്പുള്ള അദ്ദേഹം പറയുകയാണ്, മദീനത്തെ മുത്തുനബി വന്നു എന്ന് കേട്ടപ്പോൾ ആളുകളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും കാണാൻ വേണ്ടി പോവുക.
പക്ഷേ ഞാന് മുത്തുനബിയെ കാണാൻ വേണ്ടി പെട്ടെന്ന് അങ്ങ് ഒരുങ്ങിയില്ല. എന്തുകൊണ്ട്? വാർത്തകളൊക്കെ ഒന്ന് അറിയട്ടെ. എന്തുകൊണ്ട്? ഞാൻ തൗറാത്ത് പഠിച്ച പണ്ഡിതനാണ്, ഞാൻ ഇഞ്ചീൽ പഠിച്ച പണ്ഡിതനാണ്, ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, എന്റെ ഫത്വ അവലംബിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അനുഭവം വരട്ടെ. തൗറാത്തിൽ പറഞ്ഞ അടയാളമുണ്ടോ, ഇഞ്ചീലിൽ പറഞ്ഞ അടയാളമുണ്ടോ, ഇതൊക്കെ കാത്തിരുന്നു. സുബ്ഹാനല്ലാഹ്. മുത്തുനബി വന്ന വാർത്ത പരന്നു, ആളുകൾ എല്ലാവരും അങ്ങോട്ട് ഒഴുകുകയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, സെയ്ദ് ബിൻ സുഅന എന്ന് അദ്ദേഹം പറയുകയാണ്, ഞാനും മുത്തുനബി താമസിക്കുന്ന അബു അയ്യൂബ് അൻസാരിയുടെ വീട്ടുമുറ്റത്തേക്ക് പുറപ്പെട്ടു. ഞാനവിടെ ചെന്നപ്പോൾ അബു അയ്യൂബ് അൻസാരിയുടെ വീട്ടുമുറ്റത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളുടെ ഒരു സുമാർ അദ്ദേഹം പറയുന്നു, ഒരു 450-500ഓളം ആളുകൾ അബു അയ്യൂബ് അൻസാരി തങ്ങളുടെ വീട്ടു പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അന്ന് 500ഓളം ആളുകൾ കൂടി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളുമായി എന്നാണ് അർത്ഥം. അത്രയല്ലേ താമസമുള്ളൂ. 500ഓളം ആളുകൾ കൂടിയിട്ടുണ്ട്. ആ 500ഓളം ആളുകൾ കൂടി നിൽക്കുന്ന സഭയിലേക്ക് ഞാനങ്ങോട്ട് എത്തിയപ്പോൾ ആരാണ് മുഹമ്മദ് നബി എന്ന് ചോദിച്ചറിയാതെ ആ 500 ആളുകളെ കൂട്ടത്തിലേക്ക് ഞാനങ്ങ് ചെന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ ഇയാൾ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി. തൗറാത്തിൽ പറഞ്ഞിരിക്കുന്ന മുഖം റെഡിയാണ്, ഇഞ്ചീലിൽ പറഞ്ഞിരിക്കുന്ന ശരീരപ്രകൃതി റെഡിയാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്. പേര് കൊണ്ട് ഒത്തിട്ടുണ്ട്, മുഖകമലം കൊണ്ട് ഒത്തിട്ടുണ്ട്, ശരീരപ്രകൃതി കൊണ്ട് ഒത്തിട്ടുണ്ട്, തറവാട് കൊണ്ട് ഖുറൈശിയാണ് അത് ഒത്തിട്ടുണ്ട്, വംശം കൊണ്ട് ഹാഷിമിയാണ് അത് ഒത്തിട്ടുണ്ട്, അബ്ദുൽ മുത്തലിബിന്റെ തറവാടാണ് അത് ഒത്തിട്ടുണ്ട്, യതീമായിട്ടാണ് ആ കുട്ടി ഉണ്ടാവുക അത് ഒത്തിട്ടുണ്ട്. അല്ലേ? ബഹുമാനപ്പെട്ട മുത്തുനബി ജനിക്കുന്നതിന് മുമ്പ് വാപ്പ വഫാത്തായി. സുബ്ഹാനല്ലാഹ്. 6ാമത്തെ വയസ്സായപ്പോൾ ഉമ്മ വഫാത്തായി. 7ാമത്തെ വയസ്സായപ്പോൾ ആര് വഫാത്തായി? ഉപ്പാപ്പയും വഫാത്തായി, അബ്ദുൽ മുത്തലിബ് വഫാത്തായി. ആ ലക്ഷണങ്ങളൊക്കെ ഒത്തുവന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് അറിയാനുള്ളൂ. സെയ്ദ് ബിൻ സുഅന പറയുകയാണ്, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. അതെന്താണ്? തൗറാത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക അടയാളമുണ്ട്. എന്താണ് ആ പ്രത്യേക അടയാളം? അവസാന കാലത്ത് വരുന്ന നബി സഹിഷ്ണുതയുടെ നബിയായിരിക്കും. സഹിഷ്ണുതയുടെ നബിയായിരിക്കും. മുഹമ്മദ് നബി സമാധാനത്തിന്റെ നബിയായിരിക്കും. അത് പ്രത്യേകമായി തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് പരിശോധിച്ചറിയണം. എന്നിട്ട് വേണം എനിക്ക് എന്റെ തൗറാത്തും ഇഞ്ചീലും അനുസരിച്ച് വിശ്വസിക്കുന്ന ആളുകളോട് ഇത് മുഹമ്മദ് നബി തന്നെയാണെന്ന് കട്ടായമായി എനിക്ക് പറയാൻ. അതൊന്ന് പരിശോധിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടുണ്ട്. ആരോടും ചോദിക്കാതെ തന്നെ സഭയിൽ ആ വ്യക്തിത്വത്തെ കാണുമ്പോൾ അത് ബോധ്യപ്പെടുന്നുണ്ട്. അതാണ് മൗലിദ് കിതാബിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. മുത്തുനബി താമസിക്കുന്നിടത്ത് പ്രത്യേകം മറ്റൊരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല, മറ്റൊരു വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. മദീന മുനവ്വറ ദീപാലങ്കൃതമായി നിൽക്കുകയാണ്. മദീന മുനവ്വറയിലെ മലകൾ, കുന്നുകൾ, പർവ്വതങ്ങൾ, ചെടികൾ, വൃക്ഷങ്ങൾ, സസ്യലതാദികൾ എല്ലാം പ്രകാശപൂരിതമായി നിൽക്കുകയാണ്. യാ റബ്ബ്, പതുക്കെ ഞാനങ്ങ് മുത്തുനബിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് ഉദ്ദേശിച്ച് അടുത്തേക്ക് എത്തുമ്പോഴേക്കും നബി തങ്ങൾ സഭയിലേക്ക് ഇറങ്ങി. മദീന നിവാസികളോട് മുത്തുനബിയുടെ ആദ്യത്തെ പ്രസംഗം ആരംഭിക്കുകയാണ്. മദീനയിൽ വന്നുകൊണ്ട് മുത്തു റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായി മദീനക്കാരോട് സംസാരിക്കുകയാണ്. അയ്യുഹന്നാസ്, ഓ മാന്യ മഹാജനങ്ങൾ. ജനങ്ങളിലേക്ക് ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങി. അയ്യുഹന്നാസ്, മാന്യമായ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ആദ്യത്തെ സന്ദേശം എന്താണ്? ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ പാലം പണിയണം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സഹായത്തിന്റെ പാലം പണിയണം. ഒരു പാലം നമ്മൾ ഇട്ടാൽ അങ്ങോട്ടും കടക്കാം ഇങ്ങോട്ടും കടക്കാം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മറ്റേയാളുടെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സംരക്ഷണത്തിന്റെ, സഹായത്തിന്റെ പാലം പണിയണം. അതാണ് മുത്തുനബിയുടെ ആദ്യത്തെ പ്രസംഗം മദീനക്കാരോട്. അയ്യുഹന്നാസ് അഫ്ശുസ്സലാം വഅത്ഇമുത് തുആം വസല്ലൂ ബില്ലൈൽ തദ്ഖുലുൽ ജന്നത ബിസലാം. സദഖ റസൂലുള്ളാഹി. ജൂത പണ്ഡിതനായ അദ്ദേഹം പറയുകയാണ്, മുത്തുനബി മദീനക്കാരോട് ചെയ്ത ആദ്യത്തെ പ്രസംഗം കേട്ടപ്പോഴേക്കും
എനിക്ക് വീണ്ടും ഉറപ്പായി ഇത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. തൗറാത്തിൽ പറഞ്ഞ നബി തന്നെ, ഇഞ്ചീലിൽ പറഞ്ഞ നബി തന്നെ. ഇഞ്ചീലും തൗറാത്തും ഇഷ്ടം പോലെ പഠിച്ചിരിക്കുന്ന ജൂത പ്രമുഖ പണ്ഡിതനായ അദ്ദേഹം പറയുകയാണ്, മുത്തുനബിയുടെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അഫ്ശുസ്സലാം, എന്താണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ കാണുന്ന നമുക്കെല്ലാം ശരീരത്തിൽ നിലനിൽക്കുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ കണ്ണിന്റെ കാഴ്ച യാതൊരു കേടുപാടുകളുമില്ലാതെ അതേപോലെ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ നാവിന്റെ സംസാരശേഷി നിലനിൽക്കണം, നമ്മുടെ കാതിന്റെ കേൾവിശേഷി നിലനിൽക്കണം, നമ്മുടെ കാലിന്റെ നടക്കാനുള്ള ശേഷി വേണം, കയ്യിന് വ്യായാമത്തിന്റെ ശേഷി വേണം, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ശേഷി വേണം, നമുക്ക് ഓടാനും ചാടാനും പിടിക്കാനും കഴിയണം, നമുക്ക് ചിന്തിക്കാൻ പറ്റണം, നമ്മുടെ മെമ്മറി പവർ നമുക്ക് എന്തൊക്കെ നിഅമത്തുകൾ അല്ലാഹു നൽകിയിട്ടുണ്ടോ ആ നിഅമത്തുകളിലേക്കെല്ലാം നോക്കിയിട്ട് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് അല്ലാഹു സംരക്ഷിച്ചു തരുമാറാവട്ടെ. എന്താണ് ആ സലാം? നമ്മളിങ്ങനെ വെറുതെ സലാലേക്ക്, നമ്മുടെ സലാമിന് ഫലം കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അസ്സലാം, അത് അള്ളാഹുവിന്റെ പേരാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം. അസ്സലാം, സമാധാനത്തിന്റെ ദാതാവ്, സമാധാനത്തിന്റെ ഉടമസ്ഥൻ. ആ സമാധാനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അഭിവാദ്യം, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു സ്നേഹം. മോനെ, നീയും ഞാനും കണ്ടുമുട്ടി, അൽഹംദുലില്ലാ, നിന്റെ മുഖത്തിന്റെ ഒരു ഭംഗി, ഒരു പുഞ്ചിരി, എന്തൊരു സന്തോഷം. കാണാൻ പറ്റിയത് കണ്ണുള്ളത് കൊണ്ടല്ലേ. അസ്സലാമു അലൈക്കും, കണ്ണിന് അള്ളാഹു സംരക്ഷണം തരട്ടെ. സംസാരിക്കാൻ പറ്റിയത് നമുക്ക് ശേഷി ഉണ്ടായത് കൊണ്ടല്ലേ. അള്ളാഹു സംസാരശേഷി നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റിയത് കാതുള്ളത് കൊണ്ടല്ലേ. കാതിന്റെ കേൾവി ശക്തി അല്ലാഹു നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും. എനിക്ക് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തരാൻ പറ്റിയത് കയ്യിന് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ. അസ്സലാമു അലൈക്കും. കയ്യിന്റെ ആരോഗ്യം അല്ലാഹു നിലനിർത്തട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റിയത് കൊണ്ടല്ലേ. കാലിന് അല്ലാഹു ആഫിയത്ത് തരട്ടെ. അസ്സലാമു അലൈക്കും. പിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്ത് ആലിംഗനം ചെയ്യാൻ പറ്റിയത് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആശയങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. നാം അതിനെ ചെറുതായി കണ്ടോ? അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു എപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലും, ബഹുമാനപ്പെട്ടവരെ ഒരു ഖാദിമായ മഹാൻ പറയുന്നുണ്ട്, അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അസർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ചുമ്മാ ഇങ്ങനെ നടക്കും. അങ്ങാടിയിലൂടെ, വെറുതെ അങ്ങാടിയിലൂടെ അങ്ങനെ പോകും. ആ വഴിക്ക് അങ്ങനെ പോയി ചുറ്റി ഈ വഴിക്ക് ഇങ്ങനെ തിരിച്ചു വരും. കുറെ ദിവസം ഇത് തുടർന്നപ്പോൾ കൂടെയുള്ള ഖാദിമ് ചോദിച്ചു, അല്ല മഹാനവറുകളെ, എന്തിനാ ഈ അങ്ങാടിയിൽ ദിവസം പോയി വരുന്നത്? ഒന്നും വാങ്ങുന്നത് കാണുന്നില്ല, ആർക്കും ഒന്നും വിൽക്കുന്നുമില്ല, വാങ്ങുന്നുമില്ല, വില ചോദിക്കുന്നുമില്ല, ആരോടും ഒരു പ്രത്യേക കാര്യങ്ങളൊന്നും, പിന്നെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ? ആ സമയത്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരാളെ കണ്ടു, അസ്സലാമു അലൈക്കും, തിരിച്ചു വലൈക്കും അസ്സലാം. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ 4 ആള്, അവരോട് അസ്സലാമു അലൈക്കും, 4 ആളും കൂടി വലൈക്കും അസ്സലാം. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ 10 ആള്, അസ്സലാമു അലൈക്കും, 10 ആളും കൂടി വലൈക്കും അസ്സലാം. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ മാർക്കറ്റിൽ ഒരു 25 ആൾ, അസ്സലാമു അലൈക്കും, 25 ആള് വലൈക്കും അസ്സലാം. ഒരു യാത്ര ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്റെ റിക്കാർഡിൽ എത്രയാണ് സമ്പാദ്യമെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ സഭയിൽ ആരൊക്കെയുണ്ട്? ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ പാപ്പ അള്ളാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. താജുൽ ഉലമയുടെ പദവി കൂട്ടിക്കൊടുക്കണേ അല്ലാ. വലിയ വലിയ സമ്മേളന സ്റ്റേജിൽ ഉപ്പാപ്പ പറയാറുണ്ട്, എടോ ഈ സ്റ്റേജിലിരിക്കുന്നവരൊന്നും അല്ല മഹാന്മാര്, എത്രയോ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട്. ഈ സഭയിൽ എത്ര ഔലിയാക്കളുണ്ട്, എത്ര ആശിക്യങ്ങളുണ്ട്. എനിക്കറിയാം, ഒരു ഇഷ്കുമില്ലാത്ത പാപിയായിരിക്കും ഞാൻ. എന്റെ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തിൽ 100 കണക്കിന് ഇരട്ടി ആശിക്യങ്ങളായ ആളുകളുണ്ട്. ഇവരൊക്കെ പറയുകയാണ്, നമ്മൾ അസ്സലാമു അലൈക്കും പറയുമ്പോൾ വലൈക്കും അസ്സലാം. ഈ കൂടിയിരിക്കുന്ന സഭയിൽ 1000കണക്കിന് ആളുകൾ വലൈക്കും അസ്സലാം, അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം തരട്ടെ. കണ്ണിന്, കാതിന്, മൂക്കിന്, ശ്വാസകോശത്തിന്, എല്ലാറ്റിനും അസ്സലാം, അത് അള്ളാഹുവിന്റെ പേരാ. അത് ചേർത്തുകൊണ്ട, ആ പേര് ചേർത്തുകൊണ്ടാണ് അള്ളാഹു തആല സ്വർഗത്തിന് പേര് വെച്ചിരിക്കുന്നത് ദാറുസ്സലാം. ദാറുസ്സലാം അള്ളാഹു തആല പേര് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മളോട് പറയാൻ പറഞ്ഞത്, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, സംരക്ഷണം പടച്ചറബിന്റെ ഭാഗത്തു നിന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറുസ്സലാം. കണ്ട നിങ്ങൾ,
അപ്പോ ആ ദാറുസ്സലാം അസ്സലാമു അലൈക്കും, അതാണ് മുത്തുനബിയുടെ മദീനയിലെ ആദ്യത്തെ പ്രഭാഷണം. അഫ്ശുസ്സലാം, സ്നേഹത്തിന്റെ പാലം പണിയുക. അതാണല്ലോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റിയവരോടാണ് അള്ളാഹുവിന്റെ പേര് വെച്ച് പറയേണ്ടത്. ശരീരത്തിന്റെ പുറത്തോ ഉള്ളിലോ ഒരാൾക്ക് നജിസുണ്ടെങ്കിൽ അവനോട് സലാം പറയാൻ പറ്റില്ല. ഒരാൾ ബാത്റൂമിൽ ഇങ്ങനെ നിൽക്കുക, അവന് സലാം പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അവന്റെ ശരീരത്തിന്റെ ബാഹ്യഭാഗം നജിസിലാണ്. ഒരാൾ മൂത്രമൊഴിച്ചിട്ട് നിൽക്കാൻ, അവനോട് സലാം പറയാൻ പറ്റുമോ? ഒരാളാണ് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കാൻ, അവനോട് സലാം പറയാൻ പറ്റുമോ? ഒരാൾ ബാത്റൂമിലാകുമ്പോൾ സലാം പറയാൻ പറ്റുമോ? എന്തുകൊണ്ട്? അവന്റെ ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗം ഏതിൽ നിൽക്കാണ്? നജിസിൽ നിൽക്കാണ്. ഒരാളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന ബിദ്ഈ ചിന്താഗതിക്കാരാണ്. അപ്പം മറ്റേ ആള് ബാത്റൂമിൽ നിന്നുകൊണ്ട് ശരീരം വൃത്തികേടായതുപോലെ ഇയാള് ഭൂമിയിൽ നിന്നുകൊണ്ട് മനസ്സ് വൃത്തികേടായ ആളാണ്. അതുകൊണ്ട് ഹൃദയം നജിസായവരോടായാലും ശരീരം നജിസായവരോടായാലും അള്ളാഹുവിന്റെ പേര് വെച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഗുഡ് മോർണിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ വെൽക്കം എന്ന് പറയാം, അതിനൊന്നും കുഴപ്പമില്ല. നമസ്കാരം, അതിനൊന്നും കുഴപ്പമില്ല. എന്തുകൊണ്ട്? ഇതേതാ? അസ്സലാം, അത് അള്ളാഹുവിന്റെ പേരാണ്. മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം ചൊല്ലിയല്ലോ സ്വഹാബി. മുത്തുനബി മടക്കിയില്ല. പിന്നീട് നബി തങ്ങൾ കാരണം വിശദീകരിച്ചത് എന്താണ്? ഞാൻ ബാത്റൂമിൽ നിന്ന് വന്ന് ഒതുവെടുക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ സലാം പറഞ്ഞത്. ഒതുവെടുത്ത് കഴിഞ്ഞപ്പോൾ മുത്തുനബി ആവർത്തിച്ച് ആ സലാം മടക്കി. അസ്സലാം. ശരീരത്തിന്റെ ബാഹ്യമായ നജിസുണ്ടാകും, ഉള്ളിൽ നജിസുണ്ടാകും. എന്നാണ് എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഈ സുന്നികളുടെ വയലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തേന്നു? നിങ്ങൾ വയല് പറഞ്ഞതിനേക്കാളും ഫലം കിട്ടുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ വയല് പറഞ്ഞാലാണ്. ഓല പ്രസംഗത്തിനാ കൂടുതൽ ഫലം ചെയ്യണത്. അപ്പം നിങ്ങളെ പ്രസംഗത്തെക്കാൾ വലുതാ ഉഷാർ. അപ്പൊ ഞാൻ പറഞ്ഞു അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള ഒരാളെടുത്ത് കുറെ സമയം ഇരുന്നാൽ ആരോഗ്യം പകരുമോ? ഇല്ല. തടിയുള്ള രണ്ടാൾ അപ്പുറം ഇരുന്നു, മെല്ലിച്ച ഒരാൾ നടുവിലും ഇരുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ മെല്ലിച്ച ആൾ തടിച്ച ആളാകും. ആരോഗ്യം അങ്ങനെ പകരൂല. അതേ സമയത്ത് ചൊറി പിടിച്ച ആളെടുത്ത് കുറച്ചേരം ഇരുന്നാൽ മതി, മാന്തിങ് കൊണ്ട് പോകാൻ പറ്റും അല്ലേ? രോഗമുള്ള ആളെടുത്ത് കുറച്ച് സമയം ഇരുന്നാൽ തന്നെ ഏത് പകരും? രോഗം പകരും. ആരോഗ്യമുള്ള ആളെടുത്ത് കുറച്ച് സമയം ഇരുന്ന ആരോഗ്യം പകരും. ഇയാളെടുത്ത് എത്ര സമയമായി ഇയാൾ ഇരിക്കുന്നത്? എന്നാ ഒന്ന് ആരോഗ്യം പകരട്ടെ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് മുട്ടയും പാലും ഔഷധങ്ങളും ഒക്കെ കുടിച്ച് നല്ലപോലെ അധ്വാനിച്ചുണ്ടാക്കിയെങ്കിൽ ആരോഗ്യം ഉണ്ടാവുള്ളൂ. രോഗം അങ്ങനെയല്ല, വേഗം പകരും. രോഗം വേഗം പകരും. അപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എന്റെ കുടുംബത്തിൽ ഞാൻ തന്നെ ഇങ്ങനെ വിദ്യാർത്ഥികാരനുള്ളൂ എന്ന്. അയാൾ വലിയ അഭിമാനമായിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്കൊരു അനുഭവം വേറുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ. എന്തേ? കുഷ്ഠരോഗ ഹോസ്പിറ്റലിൽ പോയി. കുഷ്ഠരോഗത്തിന്റെ ആസ്പത്രിയിൽ കുറച്ച് വസ്ത്രം കൊടുക്കാണ്ടായി അവർക്ക്, അതിനു വേണ്ടി പോയി. അപ്പൊ അവിടെ ആ ഹോസ്പിറ്റലിലെ രോഗികളൊക്കെ പറഞ്ഞു, ഉസ്താദെ എന്റെ കുടുംബത്തിൽ ഈ രോഗം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് അവർ. കുഷ്ഠരോഗ രോഗം ആ വീട്ടിൽ കുടുംബത്തിൽ ആർക്ക് മാത്രമേ ഉള്ളൂ? ഇയാൾക്ക് മാത്രമേ ഉള്ളൂ. എന്ന മാതിരിയാണ് വിദ്യാർത്ഥികാരൻ പറഞ്ഞത്, എന്റെ കുടുംബത്തിൽ ഞാൻ തന്നെ എന്തുള്ളൂ? ജമാഅത്തെ ഇസ്ലാമി ഉള്ളൂ, ഞാൻ തന്നെ ഖാദിയാനി ഉള്ളൂ. സുബ്ഹാന ജല്ല ജലാലു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്ന് പറഞ്ഞത്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹം പണിയുക. ഇസ്ലാമിനെ തീവ്രവാദമായി, ഇസ്ലാമിനെ ഭീകരവാദമായി, ഇസ്ലാമിനെ മറ്റു പല രൂപത്തിലും ചിത്രീകരിക്കുന്ന മലയാളത്തിലോ അതല്ലെങ്കിൽ കർണാടകത്തിലോ അതല്ലെങ്കിൽ മറ്റേത് ഭാഷയിലോ ഉള്ള എഴുത്തുകാരായാലും കോളമിസ്റ്റുകളായാലും അതുപോലെ തന്നെ ഏതൊക്കെ ആളുകളായാലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പറയണം. ജൂത പണ്ഡിതനായ സെയ്ദ് ബിൻ സുഅന പറയുകയാണ്, ഞാൻ മദീനയിൽ ചെന്നപ്പോൾ മുത്തുനബിയുടെ മദീനക്കാരോടുള്ള ആദ്യത്തെ പ്രഖ്യാപന പ്രസംഗം, മുത്തുനബിയുടെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ അഫ്ശുസ്സലാം, നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സഹിഷ്ണുതയുടെ പാലം പണിയണം, സ്നേഹത്തിന്റെ പാലം പണിയണം യാ റബ്ബ്. എന്നിട്ടോ അദ്ദേഹം പറയുകയാണ്, എനിക്ക് മുഹമ്മദ് നബി ഒന്ന് ഞാന് അങ്ങോട്ട് കയറി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്ന സദസ്സിലേക്ക് അങ്ങോട്ട് എന്നിട്ട് യഹൂദിയായ അദ്ദേഹം പറയുകയാണ്, എന്താ റസൂലുള്ളാഹിനോട് പറയുന്നത്? അല്ല മുഹമ്മദേ, സാമ്പത്തികമായ ഇടപാട് നടത്തിയാൽ അതിനൊരു ശുദ്ധി വേണ്ടടോ? സാമ്പത്തികമായിട്ടൊരു ഇടപാട് നടത്തിയാൽ ആ ഇടപാടൊന്ന് കാത്തു സൂക്ഷിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
വളരെ ഗൗരവത്തിൽ. അലാ തഖ്ലിയന്ന യാ മുഹമ്മദ് ഹഖി ഫവല്ലാഹി ഇന്നകും യാ ബനി അബ്ദുൽ മുത്തലിബ് മുത്തലുൻ. അദ്ദേഹം പറയുകയാണ്, ഞാൻ പിന്നീട് ഒരിക്കൽ മദീനത്ത് എന്ന് മുഹമ്മദ് നബിയെ കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ തറവാട്ടുകാരടക്കം സാമ്പത്തികമായിട്ടൊരു ഇടപാട് നടത്തിയാൽ അത് മര്യാദക്ക് വീട്ടാത്ത ആളുകളാണ്. പണം കണ്ടാൽ നിങ്ങളൊക്കെ അതിന്റെ വലിയ കൊതിയന്മാരാണ്. സാമ്പത്തികമായ അഴിമതി നടത്തിയിട്ട് ഇവിടെ നബിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുകയാണോ? വളരെ ഗൗരവത്തിൽ ഇയാൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതങ്ങ് കേട്ടപ്പോൾ, തറവാടിനെ അടക്കം ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ, ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ്, അയ അദുവല്ലാഹ് തഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അസ്മഅ, ഞാൻ ഇപ്പൊ കേട്ടതുപോലത്തെ ഒരു വാക്ക് ഇനി നീ മുത്തുനബിയോട് പറഞ്ഞു പോയാൽ ലളറബ്തു ബിസൈഫി റഅസക വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻദുർ ഇലാ ഉമർ. സുബ്ഹാനല്ലാഹ്. എന്താണ് അദ്ദേഹം പറയുന്നത്? മുത്തുനബിയോട് ഇത്ര ശകാരത്തിൽ സംസാരിക്കാൻ നീ ആരടാ? ഇനി എങ്ങാനും അങ്ങനെ സംസാരിച്ചാൽ തീർച്ചയായിട്ടും നിന്റെ ഉടലിൽ നിന്ന് തല ഞാൻ വേറെടുക്കും. എന്റെ വാൾ എന്തിനുള്ളതാന്ന് നിനക്കറിയോ? ഇതങ്ങ് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി യൻദുറു ഇലാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു ഗൗരവപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഉമർ ഖത്താബിനെ നോക്കിയിട്ട് പറഞ്ഞു, ബിസുകൂനിൻ വതബസ്സുമിൻ. നബി തങ്ങൾ ഉമർ ഖത്താബിനെ നോക്കിയത് എങ്ങനെയാണ്? വളരെ ശാന്തമായിട്ട്, ഒന്ന് പുഞ്ചിരിയോട് കൂടെ ഒന്ന് നോക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറഞ്ഞു, അന വഹുവ കുന്ന അഹ്വജ ഇലാ ഗൈരിൽ ആൽ. ഉമറേ, ഞങ്ങൾ രണ്ടുപേരുടെയും ഇടക്ക് നീ സംസാരിക്കേണ്ടത് ഇപ്പൊ ഇങ്ങനെയല്ല. അദ്ദേഹം കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഞാൻ അദ്ദേഹവുമായിട്ട് നേരത്തെ ഒരു സാമ്പത്തിക ഇടപാട് നിലനിൽക്കുന്നുമുണ്ട്. അപ്പോ ഇതിനിടക്ക് അദ്ദേഹം ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ നീ അവിടെ ഇടപെടേണ്ട രീതി ഇങ്ങനെയല്ല ഉമറെ. പിന്നെയോ, അൻതഉമുറനി ബിഹുസ്നിൽ അദായി വതഉമുറഹു ബിഹുസ്നിൽ ബഅദ്. ഉമർ ഖത്താബിനോട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഉമറെ, നീ എന്നോട് പറയാ, നബിയെ തങ്ങളോ എനിക്ക് പണം കൊടുക്കാനുണ്ടോ? എന്നാൽ നമുക്കത് നല്ല രീതിയിൽ ആ ഇടപാട് സംസാരിക്കല്ലേ, അത് എന്നോട് പറയാം. അവനോട് പറയടോ, പണം തരാനുണ്ടെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ആളെ ആക്ഷേപിച്ചിട്ട് കാര്യമുണ്ടോ? ഇതിന്റെ കണക്കെന്താണെങ്കിൽ അത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയ്ക്കൊന്ന് ശാന്തമായി സംസാരിക്കൂ ഉമറേ, അതാണ് ഈ സഭയ്ക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചു. അപ്പോ നേരത്തെ ഉള്ള ഒരു ഇടപാട് അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞു വെച്ചതാ റസൂലുള്ളാഹിയോട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നബിയെ, ഉമറെ, ഞാൻ അദ്ദേഹത്തിന് 80 സ്വാഴ് ഗോതമ്പ് കൊടുക്കാനുണ്ട്. 80 സ്വാഴ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യാം, ഈ 100 സാഴ് അദ്ദേഹത്തിന് കൂട്ടിക്കൊടുക്കാം. 80 കൊടുക്കാനുള്ളത് എത്ര കൊടുക്കാം? 100 കൊടുക്കാം. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ നബി 100 കൊടുക്കുന്നത്? ഇദ്ഹബ് യാ ഉമർ ഫഖ്ലിഹി ഹഖഹു വസിദ്ഹു 20 സ്വഅം മകാനമ റുഅതഹു. നീ വാളെടുത്തുകൊണ്ട് നിന്റെ പെരടി ഞാൻ വെട്ടൂടാന്ന് പറഞ്ഞപ്പോ അയാൾ വിറച്ചു പോയില്ലേ? അയാളെ പേടിപ്പിച്ചതിന്, അയാൾക്ക് മനസ്സിലൊരു വിഷമം തോന്നിയതിന് ഒരു 20 ജാസ്തി കൊടുത്തിട്ട് അദ്ദേഹത്തെ നീ തൃപ്തിപ്പെടുത്തി അയക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. സയ്യിദ് ഇബ്നു സുഅൈന പറയുകയാണ്, അദ്ദേഹം പറയാണ്, സയ്യിദ് ഇബ്നു സുഅൈന വമാ ഹമലനി അലാ മാ റഅയ്തനി ഉമറേ, ഞാൻ ഈ പറഞ്ഞ വാക്കും ഞാൻ ഈ ചെയ്ത പ്രവൃത്തിയും ഞാൻ സ്വയഷ്ടപ്രകാരം ചെയ്തതല്ല. പിന്നെ ഇല്ലാ അന്നി കുന്തു റഅയ്തു സിഫാതഹു അല്ലതി ഫി തൗറാത്തി കുല്ലഹാ ഇല്ല. അവസാനം വരുന്ന പ്രവാചകൻ പ്രകോപിതനാവുകയില്ല. അവസാനം വരുന്ന പ്രവാചകൻ ദേഷ്യപ്പെടുകയില്ല. അവസാനം വരുന്ന പ്രവാചകൻ അദ്ദേഹം ആരായിരിക്കും? സഹിഷ്ണുതയുടെ നബിയായിരിക്കും, ശാന്തിയുടെ നബിയായിരിക്കും, സമാധാനത്തിന്റെ നബിയായിരിക്കും. അത് അള്ളാഹുവിന്റെ തൗറാത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൗറാത്തിൽ പറഞ്ഞ അടയാളം ഈ നബിക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. പ്രത്യേകിച്ച് എന്താണ്, സാമ്പത്തിക കുറ്റാരോപണം നടക്കുമ്പോൾ ചെയ്യാത്ത കുറ്റം പറയുമ്പോൾ ആർക്കും മനസ്സ് വേദനിക്കും. അതൊന്ന് പരിശോധിക്കാനാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് നബിയുടെ സമാധാനത്തെ ഞാൻ പരീക്ഷിച്ചറിഞ്ഞു. തൗറാത്തിൽ പറഞ്ഞ അടയാളം മുഴുവനും ഈ നബിക്ക് ഒത്തിണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട്
പടച്ചവനെ, എനിക്ക് തന്നിരിക്കുന്ന ഈ 100 സാഴും ഇതിന്റെ എന്റെ മുതലിന്റെ പകുതിയും ഇലാ ഫുഖറാഇൽ മുസ്ലിമീൻ, ഇസ്ലാം മതം സ്വീകരിച്ച് ഫക്കീറായി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്റെ സ്വത്തിന്റെ പകുതിയും എനിക്ക് കിട്ടിയിരിക്കുന്ന 100 സാഴും ഒന്നിച്ച് ഞാൻ നിങ്ങളെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉറക്ക ഷഹാദത്തി കലിമ ചൊല്ലി. വഅസ്ലമ സയ്യിദുൻ വഅഹ്ലു ബൈത്തി കുല്ലുഹും, ആ അദ്ദേഹത്തിന്റെ മദീനയിലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ജൂതന്മാരും ആ സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇല്ലാ ശൈഖൻ കബീറ, ഒരു പ്രായമുള്ള തന്ത ഒഴിച്ച്. വളരെ പ്രായമായ ഒരാൾ ആ തറവാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അയാൾക്ക് ഇതെന്താന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അയാളല്ലാത്ത മുഴുവൻ അംഗങ്ങളും, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മദീന മുനവ്വറയിൽ നബി മുഹമ്മദ് മുസ്തഫ, ഞാനിത് ഓർമ്മപ്പെടുത്തിയത് എന്താണ്, മുത്തുനബി മദീനയിലെത്തിയപ്പോൾ പ്രകാശിച്ചത് ബാഹ്യഭാഗം മാത്രമല്ല. നബി തങ്ങൾ അങ്ങ് മദീനയിലെത്തിയപ്പോൾ അൽ മുനവ്വറ, മലകൾ പ്രകാശിച്ചു, കുന്നുകൾ പ്രകാശിച്ചു, ചെടികൾ പ്രകാശിച്ചു, ഭൂമി പ്രകാശിച്ചു, ഈത്തപ്പനങ്ങൾ പ്രകാശിച്ചു. അൽ മുനവ്വറ, അതേപോലെ മദീനയിലെ ജനഹൃദയങ്ങൾ പ്രകാശിച്ചു. മദീനയിലെ മനുഷ്യന്റെ മനസ്സുകൾ മുഴുവനും പ്രകാശിച്ചു. ഷഹാദത്തി കലിമ കൊണ്ട് പ്രകാശപൂരിതമായി. ആ പ്രകാശപൂരിതമായിരിക്കുന്ന ഇസ്ലാം മദീനയിൽ വളർന്ന് പടർന്ന് പന്തലിച്ചു വരുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം നോക്കണം, ഹബീബ് റസൂലുള്ളാഹ്. നമ്മുടെ രാജ്യത്ത് മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുതിയ തലമുറയിൽ നമ്മുടെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ നാം നല്ല പ്രാധാന്യം നൽകണം. കാസർഗോഡ് ജില്ലയിലും മംഗലാപുരം ഭാഗങ്ങളിലുമൊക്കെയുള്ള അധിക സഹോദരന്മാർ ഇവിടെ ഉണ്ട്. തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഇവിടെ പ്രതിനിധികളെങ്കിലും ഉണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകി ഉന്നത നിലവാരത്തിലേക്ക് വിദ്യാഭ്യാസപരമായി നാം പുരോഗമിക്കണം. 200ഓളം രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം, ആ രാജ്യങ്ങളിലൊക്കെ അംബാസഡർമാരോ ഹൈക്കമ്മീഷണർമാരോ ഉണ്ട്. പക്ഷേ മുസ്ലിമീങ്ങൾ എത്രയുണ്ട്? 200ഓളം രാജ്യങ്ങളിൽ ഇന്ത്യക്ക് അംബാസഡർമാരും ഹൈക്കമ്മീഷണർമാരും ഉണ്ടായിട്ട് മുസ്ലിങ്ങൾ എത്ര പേരുണ്ട്? അബുദാബിയിൽ അംബാസഡറായി വന്ന ബോംബെക്കാരൻ ഒരൊറ്റ മുസ്ലിം. അപ്പോ ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഓർക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫ് പരിശോധിക്ക്, മുസ്ലിമീങ്ങൾ എത്രയുണ്ട്? ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ ഓഫീസ് സ്റ്റാഫിനെ പരിശോധിക്ക്, മുസ്ലിമീങ്ങൾ എത്രയുണ്ട്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയുടെയും നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെയും ഗവർണർമാരുടെയും ഒക്കെ ഓഫീസ് സ്റ്റാഫിൽ മുസ്ലിങ്ങൾ എത്രയുണ്ട്? സച്ചാർ കമ്മീഷൻ അന്ന് കണക്ക് പറഞ്ഞപ്പോൾ 18 കോടിയാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ. ഇന്നത് 23 കോടിയാണ്. 23 കോടി മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ IAS പാസ്സായിരിക്കുന്ന ആളുകൾ എത്രയുണ്ട്? IPS പാസ്സായിരിക്കുന്ന ആളുകൾ എത്രയുണ്ട്? IFS പാസ്സായിരിക്കുന്ന ആളുകൾ എത്രയുണ്ട്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്തരം ഡിഗ്രിയിലേക്ക് മുസ്ലിങ്ങൾ എത്തുന്നില്ല. മുസ്ലിങ്ങൾ അത്തരം ഉന്നത നിലവാരത്തിലേക്ക് വരുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾ, ചെറിയ മക്കൾക്ക് കുളിക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് വെള്ളം ഒരു സോപ്പും വെച്ചു കൊടുത്താൽ വൈകുന്നേരം വരെ കുളിച്ചാലും പള്ളമ തന്നെ തേക്കുള്ളൂ, അപ്പുറപ്പുറം പോകൂല. എന്ന മാതിരി നമ്മളെ വിദ്യാഭ്യാസം ആ പ്രാഥമിക സ്റ്റേജിൽ. ഇപ്പൊ കുറച്ച് ആൾക്കാർ ആകെ എന്താ വിദ്യാഭ്യാസം? ഡോക്ടർ, എഞ്ചിനീയർ, ഡോക്ടർ. ഇതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസം ഓർമ്മയില്ല. ഈ ഡോക്ടറും എഞ്ചിനീയറുമായ 2 വിദ്യാഭ്യാസത്തിന്റെ ആളുകൾക്കും ഒരു രാജ്യത്തിന്റെയും ഭരണപരമായ കാര്യങ്ങളിൽ അവർക്ക് യാതൊരു പങ്കാളിത്തവും വയ്ക്കാനില്ല. ഉണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രി മംഗലാപുരത്ത് വന്നാൽ 4 ഡോക്ടർമാർ ആവശ്യമുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, കർണാടകത്തിന്റെ മുഖ്യമന്ത്രി, എഞ്ചിനീയർമാർ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ആരെ ആവശ്യമുള്ളത്? IAS കലക്ടറായിട്ടിരിക്കുന്ന ആളുകൾ ആരാണ്? IPS പോലീസ് IG ആയിട്ട് നിൽക്കുന്ന ആളുകൾ ആരാണ്? നയതന്ത്രത്തിൽ പ്രത്യേകം പ്രാവീണ്യം നേടിയിരിക്കുന്ന IFSകാരാരാണ്? സിവിൽ സർവീസിൽ ജോലി കിട്ടുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതി വരുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കഴിഞ്ഞ കാല പ്രധാനമന്ത്രിമാരെ എല്ലാം കാന്തപുരം ഉസ്താദ് പോയി കണ്ടിരുന്നു.
ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെയും കാന്തപുരം ഉസ്താദ് പോയി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനെ കാണാൻ വേണ്ടി AP ഉസ്താദ് പോകുമ്പോൾ 40 ആലിമ്യങ്ങൾ കൂടെയുണ്ട്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തു നിന്നും വലിയ സഭ ഒരുക്കി പ്രധാനമന്ത്രി ഇങ്ങോട്ട് വന്നു. AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ 40 ആലിമ്യങ്ങൾ ഇരിക്കുന്ന മുഖം ഇങ്ങനെ കണ്ടപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ മുഖങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഇത് ആത്മീയ ഗുരുക്കളാണ്. ആത്മീയ ഗുരുക്കളിലൂടെ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് സമാധാനത്തിന്റെ ഇസ്ലാമാണ്. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സൂഫി സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സംബന്ധിച്ചു. അദ്ദേഹം ആ സൂഫി രൂപത്തിലുള്ള ആ ആത്മീയതയുടെ ആളുകളിലൂടെ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം, അദ്ദേഹം ആ സംഭാഷണമൊക്കെ കഴിഞ്ഞപ്പോൾ AP ഉസ്താദ് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഒരു കവർ കൊടുത്തു. എന്തായിരുന്നു ആ കവറിൽ? 10 ആവശ്യങ്ങൾ. 10 കൂടി പറയാൻ നേരമില്ല. ഒന്ന് ഞാൻ ഉദാഹരണത്തിന് ഉറപ്പെടുത്താം. പ്രൈം മിനിസ്റ്റർ സാർ, ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാണ്. ഈ രാജ്യത്ത് എന്റെ സമുദായമായ ന്യൂനപക്ഷം ഉൾപ്പെടെ പിന്നോക്ക വിഭാഗങ്ങൾ ഉന്നത നിലവാരത്തിലെത്തുമ്പോൾ അവർക്ക് അർഹമായത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ജുഡീഷ്യറിയിലേക്ക് ജഡ്ജിമാരെ നിശ്ചയിക്കുമ്പോൾ ഇന്ത്യയുടെ കരസേനയിലും നാവികസേനയിലും വ്യോമസേനയിലും തുടങ്ങി താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ നിയമിക്കുമ്പോൾ എന്റെ സമുദായം ഉൾപ്പെടെ പിന്നോക്ക വിഭാഗത്തെ പരിഗണിക്കണം സാർ എന്ന ഒരു അപേക്ഷ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാൻ ഇന്ത്യൻ മണ്ണിൽ ഉമ്മ പ്രസവിച്ച ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഷെയ്ഖുനാ കാന്തപുരം ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അതെന്തേ? ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ശിക്ഷണത്തിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം. താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും ഒക്കെ അള്ളാഹു അവർക്കൊക്കെ ഇസ്സത്ത് നൽകട്ടെ, ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തെ പൂർണ്ണപ്പെടുത്തിയും തെറ്റായി വ്യാഖ്യാനിച്ചും യാ അല്ലാഹ് ഏതൊക്കെ പത്രക്കാരാണ് അതിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ചില ആളുകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ജൂത ലോബി, ഓറിയന്റലിസ്റ്റുകാർ, സിയോണിസ്റ്റുകാർ, മാസോണിസത്തിന്റെ ആളുകൾ, ഇവരൊക്കെ എന്ത് ചെയ്തു? അവരൊക്കെ വലിയ വലിയ വിദ്യാഭ്യാസം നേടിയിട്ട് നല്ല പത്രപ്രവർത്തന രംഗത്ത് വലിയ കഴിവുള്ള കോളമിസ്റ്റുകളെ അവർ നിർമ്മിച്ചു. എന്നിട്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വാർത്ത പിടിച്ചെടുക്കുന്ന വലിയ വലിയ പത്രങ്ങളിലൊക്കെ അവരെ ഏജൻസികൾ അവർ നിശ്ചയിച്ചു. ഇപ്പൊ നിങ്ങൾ നോക്ക്, അടുത്ത കാലത്ത് ഒരു 10 വർഷമായിട്ടേ ഉള്ളൂ ഇസ്ലാം തീവ്രവാദം 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 എന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്തേ? വേൾഡ് മാധ്യമങ്ങളിൽ അത്തരക്കാരായ ആളുകൾ കേറിക്കൂടി അടിക്കടി പഴയ കാലത്ത് നമ്മുടെ കേരളത്തിലൊക്കെ പറയും ആട്ടിനെ പട്ടിയാക്കുക എന്ന് പറയും. അതെങ്ങനെയാണ് ആടിനെ പട്ടിയാക്കല്? ഒരാടിനെ കയറും പിടിച്ചിട്ട് ഒരാളിങ്ങനെ പോവുക. അപ്പൊ കുറച്ച് ആളുകൾ തീരുമാനിച്ചു ആദായത്തിൽ ഈ ആടിനെ കൈവശപ്പെടുത്താൻ. കുറച്ചങ്ങോട്ടെത്തിയപ്പോൾ 10 ആള് കൂടി എന്നിട്ട്, ഓ അജയ്, എന്തേ ഈ പട്ടിയെ എവിടെ കൊണ്ടുപോകുന്നത്? പട്ടിയോ? എവിടെ പട്ടി? ഇത് പട്ടിയല്ലേ? അപ്പൊ ഇയാൾക്കെന്നെ സംശയം, പട്ടി ഇത് ആടാണെന്നോ? ഞമ്മക്ക് പട്ടിയാന്നാ തോന്നുന്നത്. കുറച്ചങ്ങോട്ട് എത്തിയപ്പോ വേറൊരു 15 ആള്, ഈ പട്ടിയെ കൊണ്ട് എവിടെ പോവാ? ഇത് പട്ടിയാ. കുറച്ചങ്ങോട്ട് എത്തിയപ്പോ ഒരു 25 പേര്, അല്ലാന്ന് ഈ പട്ടിയെ കൊണ്ട് എവിടെ പോവാ? കാണുന്നവരൊക്കെ ഇത് പടച്ചോൻ, ഇത് പട്ടിയായി പോയ. കുറച്ചങ്ങോട്ട് എത്തിയപ്പോ ഇയാൾ ആരും കാണാത്ത സ്ഥലത്ത് മെല്ലെ കയറുന്നു ഊരിയിട്ട് ആട്ടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞ ഏർപ്പാടിതാണ്. കാണുന്ന കവലയിലൊക്കെ 5ഉം 10ഉം ആൾക്കാർ നിന്നിട്ട് ഇത് പട്ടിയാണെന്ന് പറയുമ്പോൾ ഇയാൾക്കൊന്നും തോന്നിപ്പോ ഇത് പട്ടിയാണ്. ഇതാണ് പത്രക്കാരുടെ രംഗം. ഒരു പത്രത്തിൽ, മാതൃഭൂമി പത്രം മുത്തുനബിയെ അവഹേളിച്ചുകൊണ്ട് ലേഖനം എഴുതുക, പിറ്റേ ദിവസം മാപ്പ്. ഈ മാപ്പിന്റെ ഒക്കെ രീതി എങ്ങനെയാണെന്നറിയാം. പണ്ട് ഒരു പത്രപ്രവർത്തകൻ ഒരു പാർട്ടി പ്രവർത്തകന്റെ വാപ്പാന്റെ രോഗം കാണാൻ വേണ്ടി ഇപ്പൊ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? ലണ്ടൻ ടൈംസിൽ ഒരു വാർത്ത വന്നു. എന്താ വാർത്ത വന്നത്? പാർട്ടി പ്രവർത്തകന്റെ വാപ്പ മരണപ്പെട്ടിരിക്കുന്നു. ഇയാള് കണക്ക് കൂട്ടിയത് പത്രമൊക്കെ ഇറങ്ങുമ്പോഴേക്ക് ഇയാൾ രാവിലെ ആകുമ്പോഴേക്ക് മരിക്കുന്ന. രാവിലെ വന്ന് നോക്കുമ്പോൾ ഇയാൾക്ക് നല്ല സുഖം. പത്രം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇയാൾ മരിച്ച വാർത്ത പത്രത്തിൽ.
അപ്പൊ ഇയാൾ ഉടനെ പത്ര ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാതെ നിങ്ങൾ ഈ തെറ്റായ വാർത്ത കൊടുക്കുന്നത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നാളത്തെ പത്രത്തിൽ വന്നിട്ടില്ലെങ്കിൽ കേസ് കൊടുക്കുന്നതാണ്. അപ്പൊ പിറ്റത്തെ പത്രത്തിൽ പെട്ടിക്കുളത്തിൽ തിരുത്തു വന്നു. എന്താ വിധം? ഇന്നലെ നിര്യാതനായി എന്ന് പറഞ്ഞ ആൾ മരിക്കാതെ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഖേദം ചേർത്ത് കൊടുക്കല്ലേ വേണ്ടത്? അങ്ങനെ ഇന്നലെ നിര്യാതനായി എന്ന് പറഞ്ഞ ആളെ മരിക്കാതെ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾ, ഇതാണ് ഖേദപ്രകടനത്തിന്റെ രീതി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളായ ആളുകൾ പെട്ടെന്ന് നമ്മൾ തീവ്രവാദം കാണിക്കണമെന്നല്ല, എടുത്തു ചാടണമെന്നല്ല. മുസ്ലിമീങ്ങളെ, നമ്മുടെ കരളിന്റെ കരളായ ഹബീബ് റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കണം. പിന്നെയും പഠിക്കണം. ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ വാപ്പ സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ എന്ന് പറഞ്ഞാൽ വാപ്പയും സ്വഹാബിയാണ്, മകനും സ്വഹാബിയ. മൂപ്പരുമാരാണ്. ഉപ്പ എന്നെയും കൂട്ടി മദീന പള്ളിയിലെത്തി. മുത്തുനബിയുടെ അടുത്തേക്ക് എന്നെ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൈ എനിക്ക് നീട്ടിത്തന്നു. ഞാൻ എന്റെ കൈ മുത്തുനബിയുടെ കയ്യിൽ വെച്ചു. റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് എന്റെ കൈ അങ്ങ് വെച്ചപ്പോൾ എന്റെ സാഗ മാറിയതുപോലെ, എന്റെ ശരീരമാകെ വ്യത്യാസപ്പെട്ടു. എനിക്കൊരു വല്ലാത്ത അനുഭൂതി, എനിക്കൊരു വല്ലാത്ത കുളിർമ. ആ ഖുർറത്തു ഐനായിട്ട് ഞാൻ ഇങ്ങനെ മുത്തുനബിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. നബിയുടെ കയ്യിൽ നിന്ന് ഞാൻ കൈ എടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്ത് കഴിഞ്ഞിട്ട് ഞാൻ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കൈയെടുത്തപ്പോ ഇത്ര സമയം റസൂലുള്ളാഹിന്റെ കയ്യിൽ കൈവച്ചിരിക്കാൻ അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ എന്റെ കൈയെടുത്തിട്ട് ഞാൻ തന്നെ കൈയൊന്ന് ചുംബിച്ചു. ആ സമയത്ത് എന്റെ കൈ നിറയെ കസ്തൂരിയുടെ വാസനയാണ്, വല്ലാത്തൊരു സുഗന്ധമാണ്. ആ സുഗന്ധം അങ്ങോട്ട് വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, 63-ാമത്തെയോ 67-ാമത്തെയോ വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. അതിനിടക്ക് മുത്തുനബിയുടെ കയ്യിൽ വെച്ചിരിക്കുന്ന എന്റെ വലത്തെ കൈകൊണ്ട് ഒരു മലിനമായ സാധനം ഞാൻ തൊട്ടിട്ടില്ല, ഒരു മാലിന്യത്തിന്റെ കൈ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത്, മാ മസസ്തു ദക്കരി ബിയുംനി മുൻദു ബായഅതു ബിഹാ റസൂലുള്ളാഹി. മുത്തുനബിയോട് ബൈഅത്ത് ചെയ്തത് മുതൽക്ക് എന്റെ വലത്തെ കൈ എന്റെ ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗത്തേക്ക് പോലും ഞാൻ കൊണ്ടുപോയിട്ടില്ല. അത്രയും നബി തങ്ങളെ കയ്യിൽ വെച്ചിരിക്കുന്ന എന്റെ കൈ ഞാൻ ആദരവോടെ ഇഷ്കോട് കൂടെ സൂക്ഷിക്കുകയായിരുന്നു. ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾക്കൊരു രോഗം വന്നു. ആ രോഗത്തിൽ അദ്ദേഹം കിടക്കുമ്പോൾ മലായിക്കത്ത് സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വലത്തെ കൈ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യാറുണ്ടായിരുന്നു. യാ റബ്ബ് യാ റബ്ബ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങൾ അങ്ങോട്ട് വന്നതോടുകൂടെ മദീനയിലെ രാജ്യം മുനവ്വറ, മദീന ജനങ്ങളുടെ മനസ്സ് അൽ മുനവ്വറ, ഖൽബ് അൽ മുനവ്വറ, അൽ അർദു അൽ മുനവ്വറ, മദീന രാജ്യവും മദീനയുടെ മനസ്സും. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, 90-ാമത്തെ വയസ്സാ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു. മൂപ്പരെ കണ്ടപ്പോൾ മുഖത്തെ ഒരു തൊലിക്കൊരു ചുളിവ് പറ്റിയിട്ടില്ല, മുഖത്ത് ഒരു ചുളിവ് വീണിട്ടില്ല തൊലിക്ക്. പിന്നെയോ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന് 90 വയസ്സായിട്ടും ഒരു രോമം പോലും നരച്ചിട്ടില്ല, ഒരൊറ്റ മുടിയും വെളുത്തിട്ടില്ല. ആളുകളൊക്കെ വട്ടത്തിൽ കൂടിയിട്ട് ചോദിച്ചു, അല്ല സായിബ് ഇബ്നു യസീദ് തങ്ങളെ, നിങ്ങൾക്ക് 90 വയസ്സായി എന്നതിന് ഈ രാജ്യം സാക്ഷിയാണ്, പക്ഷേ നിങ്ങളുടെ ഒരു രോമത്തിന് പോലും നിറവ്യത്യാസം വന്നിട്ടില്ലല്ലോ, ഒരു തുളി പോലും ഒരു തൊലി പോലും ചുളിഞ്ഞിട്ടില്ലല്ലോ, എന്താണ് ഈ സംഭവം? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞാൻ മദീനയിൽ കൊച്ചു കുട്ടിയായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വഴിക്ക് വന്നു മുഹമ്മദ് മുസ്തഫ. കളിക്കുട്ടികളായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് മുത്തുനബി എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് എന്റെ തലയിൽ ഇങ്ങനെ തടവി.
അല്ലാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് എന്റെ തലയിൽ ഇങ്ങനെ തടകിയ ബറക്കത്ത് കൊണ്ടാണ് 90 വയസ്സായിട്ടും എന്റെ മുഖത്തിനൊരു ചുളിവ് വീഴാത്തത്. എന്റെ തലയിലെ ഒരു രോമം പോലും 30 വയസ്സായ യുവാവിന്റെ നിറത്തിലാണ് ബഹുമാനപ്പെട്ടവർക്ക് 90 വയസ്സായിട്ടും തലമുടി ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹബീബ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഇഷ്ക് വെക്കണം, മഹബത്ത് വേണം. ഔലിയാക്കളായ മുഴുവൻ മഹാന്മാരും അവരെ ചരിത്രങ്ങൾ നമ്മൾ നോക്ക്. എല്ലാ മഹാന്മാരുടെയും ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ രാജ്യത്ത് പോയപ്പോൾ അവിടുത്തെ മക്കാമിന്റെ ചുമരിൽ നിറയെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഇഷ്കിന്റെ ചരിത്രം. യാ റബ്ബ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇഷ്ക് വെച്ചുകൊണ്ട് യാ റബ്ബ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആരോടും ഒരു കാര്യം സംസാരിക്കുമ്പോൾ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഞങ്ങൾ സംസാരം തുടങ്ങിയാൽ 2 കാതിനും കേൾവിയില്ലാത്ത ആളോട് റിഫായി ശൈഖ് തങ്ങൾ സംസാരിച്ചാൽ അവർക്ക് നല്ല പോലെ കേൾക്കാൻ സാധിക്കുമായിരുന്നു. 2 കാതിനും കേൾവി ശക്തി ഇല്ലാത്ത ആളോട് റിഫായി ശൈഖ് തങ്ങൾ സംസാരിച്ചാൽ സുഖമായിട്ട് അവർക്ക് കേൾക്കാൻ പറ്റും. മാത്രമല്ല റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചാൽ ലോകത്ത് മുഴുവനും അത് കേൾപ്പിക്കാൻ പറ്റും. അതല്ലേ കഴിയും. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആണ് ഇപ്പൊ ബയാറിൽ വയല് പറയുന്നതെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. എന്നാൽ ലോകത്ത് എവിടെയൊക്കെ അത് കേൾപ്പിക്കണം എന്ന് മൂപ്പർക്ക് താല്പര്യമുണ്ടോ അവിടെ മുഴുവനും അത് കേൾക്കും. വയല് എവിടുന്നാ പറയണത്? ബായാറിന്. കേൾക്കുന്നത് എവിടെ? അമേരിക്കയിലും കേൾക്കും, മദീനയിലും കേൾക്കും, മക്കയിലും കേൾക്കും, മലപ്പുറത്തും കേൾക്കും. എവിടെ കേൾക്കണമെന്ന് വിചാരിച്ചോ അവിടെയൊക്കെ അത് കേൾക്കും. അപ്പൊ നമുക്കിങ്ങനെ സംശയം, അങ്ങനെ ഒരു കേൾവി ഉണ്ടാവോ? അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്ത് ഹൈന്ദവ സഹോദരന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. അപ്പോ ആ ഹൈന്ദവ സഹോദരന്മാരുടെ മതപരമായിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ പദ്യങ്ങളും ഗാനങ്ങളും കവിതകളും ഒക്കെയാണ്. അപ്പൊ അതിനാണ് ഇവിടുത്തെ ജനങ്ങൾ ആകർഷിക്കുന്നത്. ആ ഔലിയാക്കളായ ആൾക്കാർ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഇവിടുത്തെ ജനങ്ങൾക്ക് ശീലിച്ച രൂപത്തിൽ മതം പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഔലിയാക്കൾ. അങ്ങനെയാണ് റിഫായി ശൈഖ് തങ്ങളുടെയും ബദരീങ്ങളുടെയും അതുപോലെ തന്നെ അമ്പിയാക്കളെയും ഒക്കെ ചരിത്രം മാലയാക്കിയത്. ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് കവിത കേട്ട് പരിചയമുള്ള ജനങ്ങളാ, പാട്ട് കേട്ട് പരിചയമുള്ള ജനങ്ങളാ. അവരെ ഭഗവത്ഗീതയും ബാക്കിയുള്ളതൊക്കെ എന്താണ്? പലതും പാട്ടിലൂടെ, ഗാനത്തിലൂടെ, കവിതയിലൂടെ. അതാണ് അവരുടെ മതപ്രബോധന രീതി. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾക്ക് പരിചയമുള്ള ഒരു ശൈലി അതാണ്. അപ്പൊ എന്ത് ചെയ്തു? നല്ല നല്ല ചരിത്രങ്ങളൊക്കെ മാലയാക്കി അവതരിപ്പിച്ചു. അതാണ് മുഹീദ്ദീൻ മാല, അതാണ് റിഫായി മാല, അതാണ് നഫീസത്ത് മാല, അതാണ് അമ്പിയാക്കള മാല. അല്ലാ ആ മാല അങ്ങോട്ട് പാടാൻ തുടങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എന്താ റിഫായി ശൈഖ് തങ്ങളെ പറ്റി മാലയിൽ പറഞ്ഞില്ലേ? അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം അള്ളാഹിന്റെ ദീന് റിഫായി ശൈഖ് തങ്ങൾ പറയുകയാണോ? ഞാൻ പറയുന്നത് എവിടെ വെച്ച് പറഞ്ഞാലും ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. ലോകത്തെ മുഴുവനും അത് കേൾപ്പിക്കാൻ സാധിക്കുന്നു. ഞാൻ പറയുന്ന വയല് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമുള്ള ദീനിയായ ഉപദേശം അത് ലോകത്ത് എവിടെയൊക്കെ കേൾക്കണമെന്നാണോ മൂപ്പർ ഉദ്ദേശിച്ചത് അവിടെയെല്ലാം അള്ളാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. അതെന്താ? ചരിത്രത്തെ നല്ല ഗദ്യമാക്കിയിട്ട്, ചരിത്രത്തെ നല്ല കവിതയാക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ അത് അവതരിപ്പിക്കാൻ. അപ്പൊ അത് കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ കേൾക്കും. ഇവിടുന്ന് വിളിച്ചാൽ ലോകത്ത് മുഴുവനും, ബായാർന്ന് പ്രസംഗിച്ചാൽ ലോകത്ത് മുഴുവനും കേൾക്കും. അങ്ങനെ സംശയിച്ച് നിൽക്കുന്ന വസുവാസുകാരുണ്ടാവും. അതിനാണ് നേരെ താഴെയുള്ള വരി ചൊല്ലി നോക്കണം. എന്തേ അങ്ങനെ കേൾക്കുമെന്ന് പറയാൻ? അത് കേൾക്കുന്നതുണ്ട്. എന്തേ? ഹജ്ജൽ ഖലീലുള്ള തങ്ങൾ വിളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കും എന്നോവർ. ആദ്യം പറഞ്ഞ വരിക്ക് നേരെ താഴെ സനത് കൊടുക്കാൻ. ഹജ്ജൽ ഖലീലുള്ള തങ്ങൾ വിളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കും എന്നോവർ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബത്തിന്റെ പണി പൂർത്തിയാക്കി.
കഅബത്തിന്റെ പണി പൂർത്തിയായി. പണി പൂർത്തിയായപ്പോൾ വീടിന്റെ പണിയൊക്കെ പൂർത്തിയായ താമസം തുടങ്ങണ്ടേ? അല്ലാഹു തആല പറഞ്ഞു കുടിയിരിക്കലിന് വിളിച്ചോളിന്നു. ആ താമസത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ചോദിച്ചു, റബ്ബേ ആര് കേൾക്കാനാണ് യാ റബ്ബ്. അപ്പൊ അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബിയെ, നിങ്ങളെ ഏൽപ്പിച്ചത് വിളിക്കാനാണ്, നിങ്ങൾ വിളിച്ചോളിയും. കേൾപ്പിക്കേണ്ട കാര്യം നിങ്ങളതല്ല. മൊല്ലാക്കാന്റെ പണി വാങ്ങുകൊടുക്കലാണ്. നിസ്കരിക്കാൻ ആള് വന്നാലും വാങ്ങുകൊടുക്കണം, വന്നില്ലെങ്കിലും വാങ്ങുകൊടുക്കണം. സുബൈന്റെ വാങ്ങുകൊടുത്തു, ആരും നിസ്കരിക്കാൻ വന്നില്ല, എന്നാ ദൂർ വാങ്ങുകൊടുക്കണ്ടേ? ളുഹറിന്റെ വാങ്ങുകൊടുത്തു, ഉള്ള ആൾക്കാരും ഇല്ല, എന്നാ പിന്നെ അസറിന്റെ വാങ്ങുകൊടുക്കണ്ടേ? ഏൽപ്പിച്ച ഡ്യൂട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ ആര് കേൾക്കാനാണ്? ആ സമയത്ത് അള്ളാഹു തആല ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളിച്ചോളൂ, കേൾപ്പിക്കേണ്ടവൻ അള്ളാഹുവാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു, അയ്യുഹന്നാസ് ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. കണ്ടോ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇതാ അള്ളാഹു തആല ഹജ്ജ് ഫർളാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഹജ്ജിന് വരുവീൻ. 4 ഭാഗത്തേക്കും തിരിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. ഇതാ അല്ലാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, ജനങ്ങളെ ഹജ്ജിന് വരുവീൻ. ആ വിളി ഇബ്രാഹിം നബി അങ്ങോട്ട് വിളിച്ചപ്പോൾ എവിടെന്നാ വിളിച്ചത്? മക്കത്തുൽ മുകറമയിൽ നിന്ന് വിളിച്ചു. ബായാറിൽ കേട്ടോ കേട്ടില്ലേ? അമേരിക്കയിൽ കേട്ടോ കേട്ടില്ലേ? ആഫ്രിക്കയിൽ കേട്ടോ കേട്ടില്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കേട്ടോ കേട്ടില്ലേ? വാപ്പയുടെ മുതുകിലേക്ക് കേട്ടോ കേട്ടില്ലേ? എല്ലാവരും ഹജ്ജാൽ ഖലീലുള്ള തങ്ങൾ വിളി പോലെ ഹുക്മാരുടയവൻ കേൾപ്പിക്കും എന്നോവർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോൾ അത് അല്ലാഹു തആല കേൾപ്പിച്ചത് ഇബ്രാഹിം നബിക്ക് മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്തിന്റെ പേരുമാറ്റം, അമ്പിയാക്കളെ പേരുമാറ്റം ഔലിയാക്കൾ, അതിന്റെ മുഅ്ജിസത്തിന്റെ പേരുമാറ്റം കറാമത്ത്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഇവിടെന്ന് സംസാരിച്ചാൽ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനെന്ത് വേണം? ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ക് വേണം. ഹൃദയത്തിന്റെ ഉള്ളിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക് വേണം. മഹബ്ബത്ത് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള മഹബ്ബത്തും. എങ്ങനെ? മാതാപിതാക്കൾക്കുള്ള മഹബ്ബത്ത്, അത് ഒരു തഅലീമിന്റെ മഹബ്ബത്താണ്, ആദരവിന്റെ മഹബ്ബത്താണ്, അല്ലേ? ഗുരുനാഥന്മാർക്കുള്ള മഹബ്ബത്ത്, അതൊരു തക്രീം, ഒരു ബഹുമാനത്തിന്റെ മഹബ്ബത്താണ്. നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന മഹബ്ബത്ത്, അത് ഒരു ലുത്ഫ്, വാത്സല്യത്തിന്റെ മഹബ്ബത്താണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഭാര്യമാർക്ക് കൊടുക്കുന്നത് അതൊരു ഇഷ്കിന്റെ, പ്രേമത്തിന്റെ മഹബ്ബത്താണ്. മഹബ്ബത്തിന്റെ എല്ലാ ഇനങ്ങളും ഒരുമിച്ച് നൽകാൻ അർഹതപ്പെട്ടിരിക്കുന്ന ഒരേ ഒരാള് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മഹബ്ബത്തിന്റെ പരിപൂർണതയിലെത്തുമ്പോൾ അതാണ് ഇഷ്ക്, ആശിഖുർ റസൂൽ. റസൂൽ കൊണ്ടൂർ ഉസ്താദ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആശിഖീങ്ങൾ മുഴുവനും അവരിങ്ങനെ ചൊല്ലിയിരിക്കുന്ന വരികൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ആഷ്കിന്റെ വരികളിലേക്ക് നമ്മൾ അങ്ങോട്ട് കടക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി ഇന്ന ബൈതൻ അൻത സാകിനുഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വന്നു. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, അല്ലാഹു റാഹത്ത് നൽകുമാറാവട്ടെ, അല്ലാഹു ഇസ്സത്ത് നൽകുമാറാവട്ടെ. അർഹമുർ-റഹീമേ, ആ തണൽ കുറച്ച് കൂടുതൽ കാലം ഞങ്ങൾക്ക് നീ നിലനിർത്തി ആഫിയത്തോടുകൂടെ ഈ സമൂഹത്തിന് ശാന്തി നൽകാൻ നീ എല്ലാവിധ തൗഫീഖും നൽകണേ അല്ലാഹ്, തൗഫീഖും നൽകണേ അല്ലാഹ്. അവിടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മദീന മുനവ്വറ രാജ്യം പ്രകാശിച്ചു, മനുഷ്യന്റെ മനസ്സ് പ്രകാശിച്ചു. അതാണ് അൽ മുനവ്വറ എന്ന് പറഞ്ഞത്. മദീനയിലെ മരങ്ങൾ, അതാണ് റസൂലുള്ളാഹി തങ്ങൾ ഉടനെ പറഞ്ഞല്ലോ, ഉഹദിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ വാസന വരുന്നു. ഉഹദിന്റെ ഭാഗത്ത് നിന്ന് അടിക്കുന്ന കാറ്റിന് സ്വർഗത്തിന്റെ വസന്തമുണ്ട്, സ്വർഗത്തിന്റെ പരിമളമുണ്ട്. മദീന മുനവ്വറ ഭാഗ്യമായി പ്രകാശിച്ചു. മദീന മുനവ്വറ മനുഷ്യ മനസ്സുകളൊക്കെ പ്രകാശിച്ചു. ആ പ്രകാശപൂരിതമായി നിൽക്കുന്ന മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ വമരീളൻ അൻത സായിറുഹു ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി സ്വല്ലി റബ്ബൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആളുകൾ വന്നിട്ട്, നബി എന്റെ ഉമ്മാക്ക് സുഖമില്ല, നബി തങ്ങൾ അവിടെ വന്ന് കേറിയിട്ട് ആ രോഗിയെ ഒന്ന് സന്ദർശിച്ചാൽ അതോടുകൂടെ ആളെ രോഗം സുഖപ്പെട്ടു എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി, സുഖപ്പെടുക എന്ന് പറഞ്ഞാൽ വീണ്ടും വരും ചിലപ്പം.
അന്നൊരു സൊക്കേടുണ്ടായിരുന്നു, അത് അന്ന് നോക്കിയാണ് മാറി. പിന്നെ രണ്ടാമതും വന്നു. മുത്തുനബി വന്നുകൊണ്ട് സന്ദർശിച്ചു പോയാൽ പിന്നെ ആവർത്തിച്ചത് വരാറില്ല. നബി തങ്ങൾ സന്ദർശിച്ചാൽ പിന്നെ ആ രോഗിക്ക് പിന്നെ രണ്ടാമത് വരുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മുത്തുനബിയുടെ പാരമ്പര്യം അത് ചോരയിൽ പിറന്ന മക്കളെ പരമ്പരക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ആ ചോരയിൽ പിറന്ന പരമ്പരയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചോരയിൽ പിറന്ന മഹാന്മാർ, അതാണ് അഹ്ലുബൈത്ത്. ആ അഹ്ലുബൈത്തായ മുത്തുനബിയുടെ കുടുംബ പരമ്പര. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്ത് മുഴുവനും നിങ്ങൾ നോക്ക്, സാദാത്യങ്ങളെ തിരുമുറ്റത്ത് ആരെല്ലാമാണ് എത്തുന്നത്? എല്ലാ വിഭാഗം ജനങ്ങളും. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ ദർബാറിൽ എത്താത്ത ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യ ചരിത്രത്തിലില്ല, ഒരു പ്രസിഡന്റും ഇന്ത്യ ചരിത്രത്തിലില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഇരിക്കുന്ന ആളുകൾ ആരെല്ലാമാണ്? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര വ്യവസായികളുണ്ട്, എത്ര കച്ചവടക്കാരുണ്ട്, എത്ര ഉദ്യോഗസ്ഥന്മാർ, എത്ര ആലിമീങ്ങളുണ്ട്, എത്ര സാധാരണക്കാരുണ്ട്. യാ റബ്ബ്, ഞാൻ കുമ്പളയിൽ നിന്ന് ഇങ്ങോട്ട് ഈ മലമുകളിലേക്ക് കയറി വരുമ്പോൾ മര്യാദക്ക് റോഡ് പോലുമില്ല. ഇവിടെ വന്നാൽ ഒരു കാഴ്ചയില്ല, ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് ഒരു കച്ചവടം നടത്താനില്ല. എന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് അല്ലാഹു തആല ഇങ്ങോട്ട് ഒഴുകിയത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോരയിൽ പിറന്ന ആ പരമ്പരയിൽപ്പെട്ട മഹാന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, അന്ന് നബി തങ്ങളെ വന്ന് കാണുമ്പോ, നബി തങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോ അവര് രോഗം സുഖപ്പെട്ടുവെങ്കിൽ ഇന്ന് അറ്റാക്ക് രോഗികളും ക്യാൻസർ രോഗികളും അതുപോലെ തന്നെ ഒട്ടേറെ യാ റബ്ബ്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ മലപ്പുറം ജില്ലയിൽ അവിടെ ഒരു സ്വലാത്ത് മജ്ലിസ്, യാ റബ്ബ്, പടച്ചവനെ, രാജ്യത്തിന് നാനാഭാഗത്തു നിന്നും നീറുന്ന മനസ്സുമായി ജനങ്ങൾ ഒഴുകുകയാണ്. എന്നാൽ നിങ്ങൾക്കൊരു സംഗതി കേൾക്കണം. തങ്ങളുപ്പാപ്പയെ പോലുള്ള ആളുകള് നേരം പുലർന്ന് വൈകുന്നേരമാകുന്നത് വരെ കേൾക്കുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ വിചാരിക്കേണ്ട, ആരെങ്കിലും ഒരാൾ തങ്ങളുപ്പാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് തങ്ങളുപ്പാപ്പ കച്ചവടമൊക്കെ നല്ല റാഹത്താണ്, ലാഭം ഭയങ്കരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോ വലിയ റാഹത്തിനാണ്, അങ്ങനെ പറയാൻ വേണ്ടി ആരെങ്കിലും ഈ കൂട്ടത്തിൽ വന്ന് കാണാം? ഒരു കുട്ടിയും വന്നവരില്ല. വന്നവരൊക്കെ എന്താണ്? സങ്കടം പറയാം. സുബ്ഹാനല്ലാഹ്, ശാരീരിക രോഗം, മാനസിക രോഗം, സാമ്പത്തിക രോഗം, മറ്റു രോഗം, ഇതൊക്കെ കേട്ടിട്ടും ഇവർക്കൊരു വിഷമമല്ലല്ലോ. എന്താ സംഗതി? അള്ളാഹു അല മനസ്സിന് കൊടുത്തിരിക്കുന്ന ഇസ്സത്താ. ഇവര് കേൾക്കണ ഈ പരാതി അത്ര സമയം കേട്ട് നമ്മളിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഭ്രാന്തായി പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബിയുടെ കുടുംബ പരമ്പരക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ബഹുമാനമാണ്. ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വേദിയിലെത്തിയാൽ നമുക്ക് പിന്നെ അദബ് വേഗം നിർത്തി അവർക്ക് മജ്ലിസ് ഒഴിഞ്ഞു കൊടുക്കലാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, സുഹൃത്തുക്കളോട്, SYSന്റെ ഒക്കെ മുസ്ലിം ജമാഅത്തിന്റെ എല്ലാം SSFന്റെ എല്ലാം പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുമ്പോൾ അതിൽ നിങ്ങളൊക്കെ നല്ല ഭാഗവാക്കാകണം. സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള 24-ാം തീയതി നടക്കുന്ന വലിയ പരിപാടി, അതിൽ പ്രവർത്തകരെല്ലാവരും അതിൽ സംബന്ധിക്കണം. അതിന്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ കാസർഗോഡ് ജില്ല ഫൈനാൻസ് സെക്രട്ടറി ആയ TC മമ്മുഞ്ഞിയാജി, അദ്ദേഹം താജുൽ ഉലമയുടെ ഒരു ഖാദിമായിട്ട് നിന്ന ആളാ. ഇപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു രോഗം വന്ന് അല്പം സുഖമില്ല. അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഗുരുനാഥന്മാരിൽപ്പെട്ട സ്ഥാപനത്തിലെ മാരായമംഗലം ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, തങ്ങൾ പാപ്പയെ ഒന്ന് ഉണർത്തണമെന്ന്. മാരായമംഗലം ഉസ്താദിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തീരെ സുഖമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അളിയൻ, അള്ളാഹു തആല ശിഫ നൽകുമാറാവട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ, ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ ഫോണോട് ഫോണ്, പതിവില്ലാത്തൊരു ഫോൺ ഇങ്ങനെ വരാം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതെന്താ പഠിച്ചോൻ ഇത്ര വലിയ ഫോണ്? അപ്പൊ ബായാർ സ്വലാത്തിന്റെ പ്രസംഗത്തിന് വേണ്ടി ഞാൻ പോകുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ബായാറിലെ സ്വലാത്തിൽ വെച്ച് തങ്ങളോട് ദുആ ചെയ്യാൻ പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു 200 ഫോൺ കോളെങ്കിലും ഇന്നലെയും ഇന്നുമായി വന്നിട്ടുണ്ട്. ആളുകൾ ഇൻഷാ അല്ലാഹ് ഉപ്പാപ്പയുടെ ദുആയിൽ എല്ലാ വിഷയങ്ങളും വരും. നമുക്ക് സന്തോഷത്തിന്റെ മനസ്സിൽ സമാധാനത്തിൽ ഇരുന്ന് റബ്ബിലേക്ക് കൈ ഉയർത്താം. ബഹുമാനപ്പെട്ട അഹ്ലുബൈത്ത് ചോദിക്കുമ്പോൾ അള്ളാഹു അത് നൽകുക തന്നെ ചെയ്യും. അള്ളാഹുവേ, അഹ്ലുബൈത്ത്
ആഖിറത്തിലേക്ക് ഭൂമിയിൽ നീ ഏൽപ്പിച്ചെന്നിരിക്കുന്ന കപ്പലാണ്. ആ കപ്പലിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. ആ ഭാഗ്യം ഞങ്ങളെ മക്കളെ പരമ്പരക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ രക്തബന്ധ വിവാഹ ബന്ധത്തിൽ നീ നിലനിർത്തണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.